ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അണ്ടർത്തി സ്കൈ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് ഡേ 2, അതായത് ഡേ 2 ഇടാൻ വേണ്ടി കുറച്ച് ദിവസം എടുത്തു, കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ടായിരുന്നു. ഇതായിരുന്നു മോളുടെ കോസ്റ്റ്യൂം. അതായത് നല്ല പട്ടുപാവാടയും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിൻ്റെ ഈ പട്ടുപാവാട. കുറേ കളക്ഷൻസ് ഉണ്ട്, അതിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളൊരു 3:45 ആകുമ്പോഴേക്കാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ അത്ര തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല. മുല്ലപ്പൂ എല്ലാം കുത്തി, പിന്നെ ഒരു കടയിൽ മാത്രമേ മുല്ലപ്പൂ സെയിലുണ്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാ കടകളിലും പൂട്ടിയിട്ടുണ്ടായിരുന്നു. തലേന്ന് കുറേ കടകളുണ്ടായിരുന്നു, പൂവുകളെല്ലാം ഇല്ലേ, അത് കുത്തിക്കൊടുത്തു. ഭയങ്കര ഇഷ്ടം അതിച്ചൊരു മുല്ലപ്പൂ കുത്താനും ഒരുങ്ങാനും. പെൺകുട്ടികൾക്ക് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. തിരക്ക് എന്ന് വെച്ചാൽ അതാണ് നമ്മളെ ഞെട്ടിച്ചത്. എന്നുവെച്ചാൽ പടിഞ്ഞാറേ നട തുടങ്ങുന്നതിന് മുന്നേ തന്നെ റോഡ് മുതൽ തന്നെ ക്യൂ തുടങ്ങി. അതും 3:45 അപ്പം പിന്നെ തലേന്ന് 12 മണി മുതൽ ക്യൂ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ തൊഴുതിറങ്ങി. അപ്പോൾ ക്ലോക്ക് റൂമിൽ മൊബൈലും ക്യാമറയും എല്ലാം അവിടെ വെച്ചതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര തിരക്കായിരുന്നു. 8 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് അന്ന് തൊഴുതത്. പക്ഷേ കണ്ണനെ കാണാൻ പറ്റി, അതിൻ്റെ സന്തോഷം. എത്ര ക്യൂ നിന്നാലും അതിനൊരു ക്ഷീണമോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ തിരിച്ചു. കാരണം നമുക്ക് ഡ്രൈവ് ചെയ്ത് ഒരു കണക്ക് കൂട്ടലിന് ഒരു 9 മണിക്കെങ്കിലും വീട്ടിലെത്തുന്ന രീതിയിൽ, കാരണം നൈറ്റ് ഡ്രൈവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ സമയത്ത് തന്നെ നമ്മൾ റൂമിൽ പോയി ഒരു അരമണിക്കൂർ കിടന്നുറങ്ങി. അരമണിക്കൂറിന് ശേഷം തന്നെ നമ്മൾ നേരെ വിടുകയാണ് ചെയ്തത്. അപ്പം പിന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം മമ്മിയോട് തൊഴുതത് മാത്രമേ ഇല്ലൂ. കാരണം ഉള്ളിൽ കയറാൻ ഞാൻ ഇതുവരെ ഉള്ളിൽ കയറി തൊഴുതിട്ടില്ല. അതിനൊരു അവസരം പിന്നെ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം പിന്നെ അതിന് ശേഷം നമ്മൾ പോയത് ദിച്ചുവിന് ഭയങ്കര ഇഷ്ടം ആനേന. അപ്പം ആനക്കോട്ട, അതായത് പുനത്തൂർ ആനക്കോട്ടയിലേക്ക് നമ്മൾ പോയി. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ ആയിരുന്നു. അവിടെ അങ്ങനെ വലിയൊരു തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അത്യാവശ്യം കുറച്ച് തിരക്ക്. അതായത് കുട്ടിക്ക് 10 രൂപയും മുതിർന്നവർക്ക് 20 രൂപയായിരുന്നു. ക്യാമറ ചാർജ് പറഞ്ഞിട്ട് 25 കണ്ടു. പക്ഷെ അത് നമ്മളിവിടെ നിന്ന് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം വിവിധ തരത്തിലുള്ള ആനകൾ, അതിൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ കരിങ്കാളിയല്ലേന്നുള്ള പാട്ടില്ലേ, അത് വെച്ചിട്ടുള്ളത്. കാരണം അതിനായിട്ട് ആടുന്നത് പോലത്തെ ഒരു ഡാൻസ് ചെയ്യുന്നത് പോലത്തെ ഒരു ആന. ഭയങ്കര രസമാണ്. ആനേനെ നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ലല്ലോ. അങ്ങനെ ഒരു ഇതല്ലേ ആന എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ ആ ഒരു നടപ്പും എടുപ്പും എന്നെല്ലാം പറയുന്ന ആ ഒരു ഭംഗിയില്ലേ, അത് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അധികം തിരക്കോ ആൾക്കൂട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനത്തിൽ നടന്ന് കാണാനും നല്ല സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഒരു ആനക്ക് മതം ഇളകിയിട്ട് അതിനെ പിടിച്ച് നിർത്തി കെട്ടിയിട്ടിട്ടായില്ലത്. അപ്പം അടുത്തേക്ക് പോകണ്ടെന്നെല്ലാം എഴുതി ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ മോള് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ കുറേ സമയം, അതൊരു 15 മിനിറ്റ്, 10-15-20 മിനിറ്റോളം അതിൻ്റെ ഉള്ളിൽ തന്നെ ഫുള്ള് കറങ്ങി. വേറെ പുറത്തെവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നൈറ്റിലെ ഡ്രൈവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം വേറെ ആരും ഇല്ല, നമ്മൾ 3 മാത്രം ആയതുകൊണ്ട് തന്നെ. കാരണം റെസ്റ്റോ കാര്യങ്ങളോ ഇല്ല. ഈ 8 മണിക്കൂർ നമ്മൾ അമ്പലത്തിൽ ക്യൂന്നത് തന്നെ വലിയൊരു ടാസ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അമ്പലത്തിലൊന്ന് സാധനങ്ങൾ വാങ്ങിക്കാനോ പിന്നെ ബാക്കിയുള്ള കാര്യത്തിനൊന്നും ഒരു ടൈം കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ ഞാൻ പറഞ്ഞ ആന ഇതാണ് കണ്ട, അതിൻ്റെ ആ ഒരു ഡാൻസും കാര്യം കാണുന്നത് ഭയങ്കര രസം നിന്ന് കണ്ടു. പക്ഷെ ഇത് നിർത്തുന്നൊന്നുമില്ല, ഇതിങ്ങനെ തലയാട്ടിക്കുക, അതായത് നമ്മളെ തുമ്പിക്കൈ ആട്ടിക്കൊണ്ടിരിക്കുമെന്ന്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറി കുറേ ആനകളുണ്ട്, ഓരോ ടൈപ്പ്, ഓരോ കളറുള്ളത്. കളറെന്ന് വെച്ചാൽ ഒരു തവിട്ട് കളറില്ലേ, ഒരു അതാ ഇത് കണ്ട, ഈ കളർ കണ്ട, ആ ഒരു കളറിൽ. പിന്നെ പ്രായമുള്ള ഒരു അമ്മ ആനയുണ്ടായിരുന്നു. ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ അവർക്ക്, ആ ആനക്ക് ഇങ്ങനെ നടക്കാനോ ഒന്നും മൂവ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല, ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഭയങ്കര ദാഹം, കാരണം ഭയങ്കര ചൂട്. ഒരു മഴ മാത്രമേ ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂട്. അപ്പം സൈഡിൽ നിന്ന് ഇളനീര് കുടിച്ചു, അത് കഴിക്കുകയും ചെയ്തു. മോള് കഴിക്കുന്നതായിരുന്നു അത്. ഭയങ്കര ഇഷ്ടമാണ് ഇളനീര്. അപ്പം അത് കഴിക്കുകയും ചെയ്തു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കൂടുതലൊന്നും നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, കാരണം ആകെ ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അതിനിടക്ക് ഫുഡ് കുറേ ലേറ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടി തന്നെ. കാരണം നമ്മൾ ഒരു 11 മണി ആ സമയത്ത് ആയതുകൊണ്ട് തന്നെ ചായ കുടിക്കാനെല്ലാം ലേറ്റ് ആയത്. ഹൈലൈറ്റ് മാളിൻ്റെ അടുത്ത് നല്ല വ്യൂ ആണ്.
കോഴിക്കോട് പന്തീരങ്കാവ് നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അധികം വിശപ്പോ കാര്യങ്ങളോ ഉണ്ടായില്ല. ഇത് ഹൈലൈറ്റ് മള്ളത്തെ ഒരു വ്യൂ ആയത്. അതുപോലെ തന്നെ നമ്മളൊരു 10 മണിയാകുമ്പോഴത്തേനും വീട്ടിലെത്തി. രാത്രി 10 മണിയാണ്, നമ്മൾ 9 മണിയാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ 10 മണിയാകുമ്പോഴത്തേനും വീട്ടിലെത്തി. പിന്നെ വീഡിയോ കുറച്ചൊരു ഷോർട്ട് വീഡിയോ പോലെ ചെറുതായിട്ട് എടുത്തിട്ടുണ്ടായിട്ടില്ല, കുറേയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.